നമസ്കാരം, ഞാൻ ഡോക്ടർ എൻ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഉറക്കം. അമിതമായിട്ടുള്ള ഉറക്കം മരണത്തിന് വരെ കാരണമാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ അതാണ് യാഥാർത്ഥ്യം. ശ്രദ്ധിക്കുക, നിങ്ങൾക്കറിയാവുന്നവരോ ആരെങ്കിലും സുഹൃത്തുക്കളോ ഇങ്ങനെ അമിതമായിട്ട് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർ കാണാൻ പറയുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുക. ഇതിൽ മെയിനായിട്ട് 7 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത്, ഈ ഇങ്ങനെയുള്ളവരിൽ ഒരു ഡ്രൗസിനെസ് കാണും, ഒരു ഡ്രങ്കൺനെസ് ആയിരിക്കും. അതായത് നമ്മൾ മദ്യപാനികൾ ചെയ്യുന്ന പോലെ ഡിസോറിയൻറ്റഡ് ആയിരിക്കും. അവർക്ക് ഇന്ന ഏത് ദിവസം, ഏത് സമയം, ഏത് ഡേറ്റ്, രാവിലെയാണോ രാത്രിയാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ബെഡിൽ നിന്ന് എണീക്കാൻ തന്നെ വലിയ പാടായിരിക്കും. അപ്പോൾ ഇതിന് നമ്മളൊരു സ്ലീപ്പ് ഷെഡ്യൂൾ വയ്ക്കുകയാണ്. അതായത് ഇപ്പോൾ രാവിലെ നമ്മളിപ്പോൾ 5 മണിക്ക് എഴുന്നേക്കുന്നുണ്ട്, 5 മണിക്ക് എല്ലാ ദിവസവും എഴുന്നേക്കാം. വീക്കെൻഡ്സിലാണെങ്കിലും വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും ഏത് സമയം എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ശീലം. അതുപോലെ വൈകുന്നേരം 10 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ 10 മണിക്ക് തന്നെ കിടക്കുക. എല്ലാ ദിവസവും നേരത്തെ കിടക്കേണ്ട, താമസിച്ചും കിടക്കണം. അപ്പോൾ ആ ഷെഡ്യൂൾ ഒരു 21 ദിവസം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അലാറം ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ആ ബോഡിയിൽ നമുക്ക് ആ ക്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഷെഡ്യൂൾ അങ്ങ് നടന്നു പോകും. പിന്നെ ഇതിനകത്തുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉറക്കം കുറവുള്ളവരിലും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാം. അതായത് ഡയബറ്റീസ്, ഒബേസിറ്റി, വണ്ണം കൂടുതൽ, ഹാർട്ട് ഡിസീസ് വരാം. അതേപോലെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്ന് പെട്ടെന്ന് മരിക്കാനുള്ള സാധ്യതയും ഉറക്കം കുറവുള്ളവരിലും വരാം, ഉറക്കം കൂടുന്നുള്ളവരുണ്ട്. സാധാരണ ഒരാൾക്കൊരു 5 മുതൽ 6 അല്ലെങ്കിൽ മാക്സിമം 7 മണിക്കൂറുകളിൽ ഉറക്കം മതിയാവും മുതിർന്ന ആളുകൾക്ക്. പക്ഷേ ഇതിൽ കൂടുതൽ ഉറങ്ങുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഉറക്കം കൂടുതലുള്ളവർക്ക് മൂഡ് ചേഞ്ചസ് വരും. പെട്ടെന്ന് ദേഷ്യം, ഇറിറ്റബിലിറ്റി, അവർക്ക് പിന്നെ ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു മയക്കം, എല്ലാത്തിനും ഒരു മടിയും, അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ. അതേസമയം നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഷെഡ്യൂൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ എനർജി ലെവൽസൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ മാറി നല്ലൊരു പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് വരാനും ഒക്കെ സഹായിക്കും. പിന്നെ പ്രൊഡക്ടിവിറ്റിയും കുറയും. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, തുണി കഴുകത്തില്ല, കുളിക്കത്തില്ല, കിടന്നുറങ്ങും, ഡെയിലി നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യത്തില്ല, ഓഫീസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യത്തില്ല. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പോൾ അത് അയാൾക്ക് മാത്രമല്ല, കുടുംബത്തിനും സമൂഹത്തിനും എല്ലാം വളരെ ദോഷമായിട്ട് അഫക്റ്റ് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ചിലർക്ക് വരാം. അപ്പോൾ നാർക്കോലെപ്സി അല്ലെങ്കിൽ ഇഡിയോപ്പതിക്ക്, പിന്നെ ഹൈപ്പർസോംനിയ എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ. അങ്ങനെ അസുഖങ്ങളുള്ളവർ നാച്ചുറലി അവർ ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഹൈജീനിക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈജീനിക് ആയിട്ടുള്ള ഈ സ്ലീപ്പ് പ്രാക്ടീസസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. സ്ലീപ്പ് പ്രാക്ടീസസ് പറയുന്നത്, ഇപ്പോൾ ബെഡ്റൂം നമ്മളെപ്പോഴും വൃത്തിയാക്കി വെച്ചേക്കുക, അവിടെ അടുക്കും ചിട്ട ഉണ്ടായിരിക്കുക, ഒരു നീറ്റ്നെസ് ഉണ്ടായിരിക്കുക, വലിച്ചു വാരി ഇടാതിരിക്കുക. അപ്പോൾ ആ ഒരു ഹൈജീൻ അത് നമ്മൾ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സമയം കൃത്യമായിട്ട് പാലിക്കുക. രാവിലെ 5 മണിക്കാണെങ്കിൽ 5 മണിക്ക് തന്നെ എണീക്കുക. കിടക്കുന്ന 10 മണിക്കാണെങ്കിൽ 10 മണിക്ക് തന്നെ കിടക്കുക. അതിനിടയിൽ കിടക്കാതിരിക്കുക. നമ്മൾ പിന്നെ വർക്കും സ്ലീപ്പും ഒരു മുറിയിലാവാതിരിക്കുക. ഉറങ്ങുന്നത് ഒരു മുറിയിൽ, കിടക്കുന്നത് ഒരു മുറിയിൽ, ആഹാരം കഴിക്കുന്നത് ഒരു മുറിയിൽ. അവരുടെ ജീവിതം മൊത്തത്തിൽ കുളവാണ്. അവർക്ക് ഹെൽത്ത് കാര്യം, സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ്, മെൻ്റൽ ഇഷ്യൂസ് അവരുടെ വർക്കിനെ ബാധിക്കും, ഫാമിലി ലൈഫിനെ ബാധിക്കും, അവരുടെ പ്രൊഫഷണൽ ലൈഫിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഒരു എറ്റിക്കറ്റ് വേണം, ഒരു ചിട്ട വേണം. പിന്നെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഇതിനകത്ത് വളരെ പ്രധാനമാണ്. അതായത് ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന ആഹാരം എപ്പോൾ കഴിക്കണം. അതായത് നമ്മൾ ഒരു 6 മണിക്ക് ശേഷം കഴിക്കാതിരിക്കുക. അതേസമയം രാവിലെ ഉച്ചയ്ക്ക് ഒക്കെ കഴിക്കുക. കഴിക്കുന്ന സമയം വിശപ്പുള്ളപ്പോൾ മാത്രം കഴിക്കുക. കഴിക്കുന്നതിനനുസരിച്ച് ഡെയിലി നിങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്തിരിക്കണം. വീട്ടുജോലിയൊന്നും അതിനൊരു പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടേ അല്ല. അപ്പം ഡെഫിനറ്റ്ലി ഒരു വാമപ്പ് എക്സസൈസ് ഒരു 1/2 മണിക്കൂർ ദിവസവും രാവിലെ ചെയ്യുക. അത് നമുക്ക് സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും, നമ്മൾ അലേർട്ട്നെസ് ഉണ്ടാക്കാനും, പോസിറ്റീവ് ഹോർമോൺസ്, അതായത് ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കാനും, നല്ല ലെതർജി, ഉറക്കം എല്ലാം മാറും. അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അതേപോലെ ഇതൊന്നും നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കാണുക. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യും, നിങ്ങളുടെ ഇത് മാറ്റുകയും അതോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ മുന്നേറാനും കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.